ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒരു പ്രതികാരത്തിന്റെ കഥയാണ്. ഇന്നലെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISROയും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ നിസാർ വിജയകരമായി വിക്ഷേപിച്ചു. ISRO അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചു. വളരെ വിലമതിക്കുന്ന ഒരു ഉപഗ്രഹത്തെയാണ് GSLV ഭ്രമണപഥത്തിലെത്തിച്ചത്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് വൈകുന്നേരം 5:40 GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചാണ് 2392 കിലോഗ്രാം ഭാരമുള്ള നിസാർ ഉപഗ്രഹത്തെ വിജയകരമായി വിക്ഷേപിച്ചത്. ഇനി ഇവിടെ ഒരു പ്രതികാരത്തിന്റെ കഥയുണ്ട്. അതെന്താണെന്നല്ലേ? ഈ GSLV റോക്കറ്റ് എല്ലാം തന്നെ ഇന്ത്യയുടെ സ്വന്തം സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചത് എന്നറിയാം. അതിലുപയോഗിച്ച ക്രയോജനിക് എഞ്ചിൻ എല്ലാം തന്നെ ഇന്ത്യയുടെ സ്വന്തം എഞ്ചിനാണ്. ലോകത്ത് ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഈ ക്രയോജനിക് പ്രതികാരം എന്നുള്ള പ്രയോഗം ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. മുൻകാലത്തെ ചില ഭൗമരാഷ്ട്രീയമായ തടസ്സങ്ങളെയും ഉപരോധങ്ങളെയും, പ്രത്യേകിച്ച് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെയെല്ലാം മറികടന്ന് തദ്ദേശീയമായ ക്രയോജനിക് എഞ്ചിൻ സാങ്കേതികവിദ്യയുടെ വിജയകരമായ വികസനം പൂർത്തിയാക്കിയ രാജ്യമാണ് ഇന്ത്യ. ഈ നിർണായക സാങ്കേതിക വിദ്യയിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം തടയാൻ അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും മുൻപ് ശ്രമിച്ചിട്ടും ആരെയും കൂസാതെ ഇന്ത്യക്ക് സ്വതന്ത്രമായി ബഹിരാകാശ പദ്ധതി നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു. ഒരുപക്ഷെ ഈ ഉപരോധം ഒരു ഉർവശി ശാപം ഉപകാരമായി എന്ന ഒരു അവസ്ഥയിലേക്കാണ് പിന്നീട് പോയത്. ലോകത്ത് ആരെയും ഉപരോധം കൊണ്ട് തളർത്താൻ പറ്റില്ല. ഉപരോധം വളരാനുള്ള ഒരു വിത്താണ്. 1990കളിൽ ഇന്ത്യ തങ്ങളുടെ ബഹിരാകാശ പദ്ധതി വേഗത്തിലാക്കുന്നതിനായി റഷ്യയിൽ നിന്ന് ക്രയോജനിക് റോക്കറ്റ് എഞ്ചിനുകൾ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് ഇന്ത്യക്ക് സ്വന്തമായി ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിക്കാനുള്ള ശേഷിയില്ലായിരുന്നു. പ്രത്യേകിച്ച് ജിയോ സിൻക്രണൈസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ GSLVക്ക് വേണ്ടിയാണ് ഈ ക്രയോജനിക് റോക്കറ്റ് എഞ്ചിനുകൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ ഈ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറിയാൽ അത് ഇന്ത്യ സൈനിക തലത്തിൽ ഉപയോഗിച്ചേക്കും എന്ന ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഈ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം തടയാൻ അമേരിക്ക റഷ്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ അതിൽ കയറി അമേരിക്ക ഇടങ്കോലിട്ടു. അത്തരമൊരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യ ഒരു തീരുമാനമെടുത്തു. നിങ്ങൾ തന്നില്ലെങ്കിൽ വേണ്ട, നമ്മൾക്ക് സ്വന്തമായി വികസിപ്പിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ വലിയ ഒരു ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ നടന്നു. ഇനി ഇതിൻ്റെ യഥാർത്ഥ ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. 1982 ഡിസംബറിൽ 10 ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു എഞ്ചിൻ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഇന്ത്യ ഒരു ക്രയോജനിക് പഠന സംഘത്തെ രൂപീകരിച്ചു. എന്നാൽ അത്തരം എഞ്ചിനുകളുടെ തദ്ദേശീയ വികസനം വലിയ സാങ്കേതിക വെല്ലുവിളികൾ ഉയർത്തുമെന്ന് ISRO മനസ്സിലാക്കിയതിനാൽ പദ്ധതി മുന്നോട്ട് പോയില്ല. തുടർന്ന് GSLV പ്രോഗ്രാം വേഗത്തിലാക്കാൻ റഷ്യയിൽ നിന്ന് ഈ എഞ്ചിനുകൾ ഇറക്കുമതി ചെയ്യാൻ ISRO തീരുമാനിച്ചു. 1991 7 ക്രയോജനിക് റോക്കറ്റ് എഞ്ചിനുകൾക്കും സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റത്തിനും വേണ്ടി റഷ്യയിലെ ഗ്ലൗകോസ്മോസുമായി $120 മില്യൺ കരാറിൽ ISRO ഒപ്പുവെച്ചു. എന്നാൽ സൈനിക ആവശ്യങ്ങൾക്കായി ഈ സാങ്കേതിക വിദ്യ ഇന്ത്യ ഉപയോഗിക്കുമെന്ന് ഭയന്ന് മറ്റൊരു രാജ്യവും ഈ സാങ്കേതിക വിദ്യ പങ്കിടാൻ തയ്യാറാകാത്തതിനാൽ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് റഷ്യയെ ആ എഞ്ചിന് വേണ്ടി സമീപിക്കേണ്ടി വന്നത്. ഇന്ത്യ റഷ്യ കരാർ നിലവിൽ വരുന്നതോടെ 1993 ജൂലൈയിൽ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം MTCR അത് ലംഘിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് US റഷ്യയെ എഞ്ചിൻ വിതരണം നിർത്തിവെക്കാൻ പ്രേരിപ്പിച്ചു. ISROയ്ക്കും ഗ്ലൗകോസ്മോസിനുമെതിരെയുള്ള US ഉപരോധങ്ങൾ GSLV പ്രോഗ്രാമിന് വളരെ വലിയ തിരിച്ചടിയായി. എന്നിരുന്നാലും ഭൗമരാഷ്ട്രീയ ഘടകങ്ങൾ മൂലമുണ്ടായ ഈ ഉപരോധങ്ങൾ തദ്ദേശീയമായ ക്രയോജനിക് പ്രോഗ്രാമിന് ഉത്തേജനം നൽകി. കാരണം ISRO സ്വന്തം സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ നിർബന്ധിതമായി. തുടർന്ന് ബഹിരാകാശ ഏജൻസിയായ ISRO തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിൽ ഗവേഷണം വേഗത്തിലാക്കി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അമേരിക്കയുടെ ആശങ്കകളെയും വിരട്ടലുകളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് റഷ്യ ഇന്ത്യക്ക്
7 ക്രയോജനിക് എഞ്ചിനുകൾ നൽകി. എന്നാലും ആ നിരോധന കാലത്ത് നിരാശപ്പെടാതെ സാങ്കേതികവും ഭൗമരാഷ്ട്രീയവുമായ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടും അഭിമുഖീകരിച്ചുകൊണ്ടുമൊക്കെ തന്നെയാണ് ഇന്ത്യ സ്വന്തമായ ക്രയോജനിക് എഞ്ചിനുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതി ആരംഭിച്ചത്. ഉപരോധങ്ങളെ മറികടക്കുന്നതിനും ക്രയോജനിക് പ്രൊപ്പൽഷനിൽ വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഒരു ദശാബ്ദം മുമ്പ് 2014 തദ്ദേശീയമായി നിർമ്മിച്ച ഒരു ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു GSLV റോക്കറ്റ് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചു. അതുപോലെ ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ ഉപയോഗിച്ച CE-20 എഞ്ചിൻ ഉൾപ്പെടെ വിവിധ ക്രയോജനിക് എഞ്ചിനുകൾ ഇസ്രോ അതിനുശേഷം വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു. ഈ എഞ്ചിനുകൾ പരീക്ഷിക്കുന്നതിനുള്ള SIET സൗകര്യം സ്ഥാപിച്ചതോടെ സെമി ക്രയോജനിക് എഞ്ചിൻ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചു. ക്രയോജനിക് എഞ്ചിനുകളുടെ വിജയകരമായ വികസനവും വിന്യാസവും ഇന്ത്യയെ ഭാരമേറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ പ്രാപ്തമാക്കി. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ശേഷിയും വാണിജ്യ സാധ്യതയും വർദ്ധിപ്പിച്ചു. നിർണായകമായ ഒരു ബഹിരാകാശ സാങ്കേതിക മേഖലയിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തെയും ഇത് സൂചിപ്പിക്കുന്നു. വൺവൈബ് പോലുള്ള സ്വകാര്യ കമ്പനികൾക്കായി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് പോലുള്ള വാണിജ്യ ദൗത്യങ്ങൾക്കും ISROയുടെ ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ക്രയോജനിക് എഞ്ചിനുകളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിലും സെമി ക്രയോജനിക് പ്രൊപ്പൽഷൻ പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളിലൂടെ ISRO ഈ മേഖലയിൽ നവീകരണം തുടരുകയാണ്. ഇപ്പോൾ നാസ ഇസ്രോ സംരംഭമായ $1.5 ബില്യൺ ചിലവഴിച്ച നൈസാർ എന്ന ഉപഗ്രഹം ഇസ്രോയുടെ സ്വന്തം GSLV റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. ഇസ്രോയുടെ സ്വന്തം GSLV റോക്കറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ സ്വന്തമായി തദ്ദേശീയമായി വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിൻ കൊണ്ട് പ്രവർത്തിക്കുന്ന GSLV റോക്കറ്റിൽ നിന്നുകൊണ്ടാണ് നാസയുടെയും ഇസ്രോയുടെയും സംയുക്ത സംരംഭമായ നൈസാർ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇന്ത്യയുടെ തദ്ദേശീയ ക്രയോജനിക് എഞ്ചിൻ തന്നെയാണ് അതിൻ്റെ കരുത്ത്. ഒരു കാലത്ത് അമേരിക്ക നിഷേധിച്ച അതേ സാങ്കേതിക വിദ്യയാണിത്. ഈ വിക്ഷേപണം വെറും ഒരു സാങ്കേതിക നാഴികക്കല്ലോ വിജയമോ മാത്രമല്ല, മറിച്ച് ചരിത്രപരമായ ഒരു കാര്യമാണ്, രേഖപ്പെടുത്തി വെക്കേണ്ട കാര്യമാണ്. വഞ്ചനയുടെയും ശാസ്ത്രീയമായ പകവീട്ടലിൻ്റെയും ഒരു പ്രതികാരകഥ. ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിൻ പ്രധാനമായും ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ്. ഇത് ദ്രവീകൃത ഹൈഡ്രജനും ഓക്സിജനും ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇത്തരം എഞ്ചിനുകൾ താരതമ്യേന ഉയർന്ന കാര്യക്ഷമതയും കൂടുതൽ ഊർജവും നൽകുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രയോജനിക് എഞ്ചിനാണ് CE-20. ഇത് GSLV MK-3 റോക്കറ്റിൻ്റെ ആദ്യത്തെ മുകളിലത്തെ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നു. ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ CE-20 എഞ്ചിൻ ഉപയോഗിച്ചിട്ടുണ്ട്. ദ്രവ ഹൈഡ്രജനും ദ്രവ ഓക്സിജനും ഇന്ധനമായി ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ജനറേറ്റർ സൈക്കിൾ അടിസ്ഥാനമാക്കിയുള്ള എഞ്ചിനാണിത്. ക്രയോജനിക് എഞ്ചിനുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇന്ധനങ്ങൾ വളരെ കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ക്രയോജനിക് എഞ്ചിനുകൾ വികസിപ്പിച്ചെടുത്ത ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. നാസ ISRO സംയുക്ത സംരംഭം നൈസാറിന്റെ പ്രക്ഷേപണ വിജയം ഇരു രാജ്യങ്ങൾക്കും അഭിമാനം പകരുന്നത് തന്നെയാണ്. ഉപഗ്രഹം പൂർണ്ണമായി സജ്ജമാക്കാൻ 90 ദിവസം എടുക്കും. ഉരുൾപൊട്ടലുകളെയും അഗ്നിപർവ്വത സ്ഫോടനങ്ങളെയും ഭൂകമ്പങ്ങളെയും സുനാമികളെയും വരെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ നൈസാർ ഉപഗ്രഹത്തിന് സാധിക്കും. തിരിച്ചടികളെ പഴങ്കഥയാക്കി GSLV F-16 കുറിപ്പാണ് രാജ്യം കണ്ടത്. 10,000 കോടിയിലധികം വിലമതിക്കുന്ന ഉപഗ്രഹത്തെ സുരക്ഷിതമായി ബഹിരാകാശത്തെത്തിച്ച് GSLV റോക്കറ്റ് പഴയ പേരുദോഷമെല്ലാം മാച്ചുകളഞ്ഞു. PSLV പരാജയത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ISROയുടെ ഗംഭീര തിരിച്ചുവരവ്. തദ്ദേശീയ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള GSLVയുടെ 18ാമത്തെ പറക്കലും MK-2 വേരിയന്റിന്റെ 12ാമത്തെ പറക്കലുമായിരുന്നു GSLV F-16. സൂര്യ സിങ്ക്രണസ് പോളാർ ഭ്രമണപഥത്തിലേക്കുള്ള ആദ്യത്തെ GSLV പറക്കലായിരുന്നു ഇത്.